ചെറുപ്പത്തിൽ എപ്പോഴും കണ്ടുമുട്ടിയ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് എന്നും 7:30 മണിയാവുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന നടൻ. 14 വർഷങ്ങൾക്ക് ശേഷം കുട്ടിക്കാലത്ത് എങ്ങോ മിസ്സായ തന്റെ കാമുകയെ നേരിട്ട് കാണുന്ന കാമുകൻ. അവൾക്ക് വേണ്ടി ഇത്ര വർഷങ്ങളും കാത്തിരുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തക്ദീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പം നമുക്ക് ഒട്ടും ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോ സീനുവിനെയാണ് കാണിക്കുന്നത്. അവൻ ജോഗിങ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. അങ്ങനെ അവൻ ജോഗിങ് ചെയ്യുന്നുണ്ടെങ്കിലോ അവന്റെ മനസ്സിൽ മുഴുവൻ ചെറുപ്പത്തിൽ എപ്പോഴോ 14 വർഷമായിട്ട് നഷ്ടപ്പെട്ട അവന്റെ കളിക്കൂട്ടുകാരിയെ കുറിച്ചാണ്. അവൾ പറഞ്ഞതനുസരിച്ച് ഇന്നും അവൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ പോയി അവൻ ഇരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ചുറ്റും നടക്കുന്ന കാഴ്ചകളൊക്കെ മുന്നെപ്പോഴും മറന്ന പോലെ അവനക്ക് തോന്നാണ്. അവനക്ക് നഷ്ടപ്പെട്ട ആ സുഹൃത്ത് അവിടെ എവിടെ ഉണ്ടെന്നുള്ള ഒരു സത്യം അവനക്ക് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറുപ്പത്തിൽ അവൾ ഇട്ടുണ്ടാകാറുള്ള കൊലുസിന്റെ ശബ്ദവും എപ്പോഴും അവർ ഒന്നിച്ച് കഴിക്കാറുള്ള പാനിപൂരിയും അവളുടെ കയ്യിൽ കിടന്ന് കിളുങ്ങുന്ന കുപ്പിവളയുടെ സൗണ്ടും എല്ലാം അവനക്ക് അത് പരിചിതമായിട്ട് തോന്നാണ്. ആ ടൈമിലാണ് സീനുവിന് ഒരു കോള് വരുന്നത്. സീനു അതെടുത്ത് സംസാരിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറോടായിരുന്നു. ടാക്സി ഡ്രൈവർ, സാർ നിങ്ങളല്ല കാർ ബുക്ക് ചെയ്തിരുന്നേ, ഞാൻ എവിടേക്കാ വരേണ്ട സാർ എന്ന് ചോദിക്കുമ്പോൾ അവനാണെന്ന് വെച്ചാൽ ഞാൻ കാർ ബുക്ക് ചെയ്തെന്നോ, ഞാനൊന്നും കാർ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. പക്ഷെ സീനു ആ ടൈമിൽ എവിടെ നിന്ന് ഒരു വയലിൻ മ്യൂസിക് ആ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട്. അത് കേട്ടതും അവന്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആവാണ്. അവനെന്ന് വെച്ചാൽ ആ കാർ ഡ്രൈവറോട് നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത്, ആ ടൂൺ ആരാ വായിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാർ ഡ്രൈവർ പറയാണ് അതിവിടെ അടുത്ത് ഒരു പെണ്ണ് വായിക്കുന്നതാ എന്ന് പറയാണ്. അപ്പോൾ അവന് ഭയങ്കര വെപ്രാളത്തിൽ തന്നെ സീനു നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്നൊന്ന് പറഞ്ഞതായോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർ ഡ്രൈവർ അത് പറയാനായിട്ട് വാ തുറക്കുമ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കള്ളം വന്നിട്ട് ആ ഫോൺ തട്ടി പറിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. പിന്നാലെ സീനു ആ കള്ളനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഒരു ഫോണിന് വേണ്ടിയിട്ട് അവന് ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നു. ആ കള്ളന്റെ ഷർട്ടിന്റെ പിൻഭാഗം പിടിച്ച് വലിക്കുമ്പോഴാണ് അവിടെ ഒരു മുറിവ് കാണുന്നത്. ആ മുറിവും പണ്ടെപ്പോഴോ അവൻ കണ്ടു മറന്ന മുറിവ് പോലെ തോന്നുന്നുണ്ട്, ചെറുപ്പത്തിൽ എപ്പോഴോ. അങ്ങനെ കള്ളനും സീനും കൂടി ഒരു മെട്രോയിലേക്ക് ഓടിക്കയറുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കയറിയത് 2 ക്യാബിനിലായിരുന്നു. പരസ്പരം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അവർക്ക് അപ്പുറത്തേക്കും കിടക്കാനേ പറ്റുന്നില്ല. സീനുവിനോട് ആ കള്ളൻ നീ എന്തിനാ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ ഒരു ഫോണിന് വേണ്ടിയാണ് പിന്നാലെ ഓടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സീനു അവനോട് ദയനീയായിട്ട് എനിക്കൊന്നും വേണ്ട, നീ ആ ഫോൺ വേണം കൊടുത്തോ, പക്ഷെ അതിൽ ലാസ്റ്റ് ആയിട്ട് വന്ന ഇൻകമിങ് കോൾ മാത്രം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയാണ്. ആ കള്ളൻ ഒന്ന് ആലോചിച്ച ശേഷം പതുക്കെ ആ നമ്പർ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ മെട്രോ നിർത്തുന്നുണ്ട്. ആ കള്ളനാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ശ്രീനു വീണ്ടും അവനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ അവസാനം ആ കള്ളനെ പിടിക്കുമ്പോൾ കുറെ ഇടിച്ചിട്ട് അവനെന്ന് വെച്ചാൽ പറയാറ് ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ആ ഫോൺ എനിക്ക് വേണ്ട, ഇൻകമിങ് കോൾ മാത്രം മതി എന്ന് മര്യാദ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ കള്ളനാണെന്ന് വെച്ചാൽ സീനിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ആ ടൈമിൽ തന്നെ അത് വേറൊരാൾക്ക് കൈമാറിയായിരുന്നു. ആ കള്ളനപ്പ പറയാണ് സത്യമായിട്ട് എൻ്റെ കയ്യിൽ ഫോൺ ഇല്ല, അപ്പൊ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ആ നമ്പർ ഞാൻ നിനക്ക് പറഞ്ഞു തരില്ലേന്ന് ചോദിക്കുമ്പോൾ സീനു പഴം നീ എത്ര വട്ടായി എൻ്റെ കുറുകെ എങ്ങനെ ചാടുന്നത്, നിനക്ക് എന്താ വേണ്ട, എനിക്ക് ഇപ്പോഴും എന്നെ ഓർമ്മ വരുന്നില്ലേ ആ സിഗ്നൽ നീ ഉടച്ചറിഞ്ഞ എൻ്റെ വയലിൽ, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോടിയ 100 രൂപയുടെ നോട്ട്, പിന്നെ ആ ആക്സിഡന്റ് ഒന്നും നിനക്ക് ഓർമ്മയില്ല പറഞ്ഞിട്ട് സീനാണെന്ന് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് അവൻ്റെ കുട്ടിക്കാലം. അവൻ്റെ കുട്ടിക്കാലത്തെന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് വയലിനൊക്കെ പ്ലേ ചെയ്യായിരുന്നു. റോട്ടിൽ ഇങ്ങനെ പൈസ ഒക്കെ ചോദിച്ച് നടക്കുന്ന കുട്ടികളില്ലേ, അതുപോലെ സീനു ഇങ്ങനെ വയലിനൊക്കെ പ്ലേ ചെയ്ത് പൈസ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവന് കിട്ടിയ പൈസ കൊണ്ട് കുറച്ചൊക്കെ പാനിപ്പൂരിയൊക്കെ കഴിക്കുമായിരുന്നേ. ആ കടയിൽ തന്നെ പോയി പാനിപ്പൂരിക്ക് ഓർഡർ കൊടുത്ത ടൈമിലാണ് ഒരു പാദസരത്തിന്റെ കിലുക്കം സീനു കേൾക്കുന്നത്. ആ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നല്ല ക്യൂട്ടായിട്ട് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ തന്നെ സീനുവിന്റെ മനസ്സിൽ എന്താ ലെട്ട് പൊട്ടിയ പോലെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ കുട്ടി ഓടി വന്നിട്ട് അങ്കിൾ എനിക്ക് വേഗം ഒരു പാനിപ്പൂരി താന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം വന്നത് സീനുവല്ലേ, അതുകൊണ്ട് അയാൾ സീനുവിനോട് പാനിപ്പൂരി കൊടുക്കുന്നത്. അപ്പൊ തന്നെ സീനു എനിക്ക് വേണ്ട ആ കുട്ടിക്ക് കൊടുത്തോളാൻ പറയുന്നുണ്ട്. അവളെന്ന് വെച്ചാൽ സീനുവിനോട് താങ്ക്സ് പറഞ്ഞിട്ട് പാനിപ്പൂരി കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ട് ആ പാനിയില്ല അതിലിട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ആ കടക്കാരനും പറയുന്നുണ്ട് ഇങ്ങനൊക്കെ കഴിക്കുന്ന കുട്ടികളോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സീനു ഈ പെങ്കുച്ചും കൂടി സംസാരിച്ച് കമ്പനി ആവുന്നുണ്ട്. അവളുടെ പേരാണ് ജുനു. ജുനുവിനാണ് ഈ 14 വർഷമായിട്ട് സീനു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീനുവിന്റെ കയ്യിലുള്ള മാലം കണ്ടിട്ട് ജുനു ആണെന്ന് വെച്ചാൽ നിനക്ക് വയലിനൊക്കെ വായിക്കാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ സീനു അത് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഓൾറെഡി വന്നു പോയ ഏതോ സിനിമയുടെ കൂടാണ് പ്ലേ ചെയ്യുന്നത്. അത് കേട്ടതും ജുനു ആണെന്ന് വെച്ചാൽ അയ്യേ നിനക്ക് ഇതാണോ അറിയാ, സ്വന്തമായിട്ടൊന്നും നിന്റെ കയ്യിലില്ലേ, നിനക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് ഒരു ടോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ജുനു അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ സീനുവിനൊരു ബുദ്ധി മുളയ്ക്കാണ്. അപ്പൊ ഇത്ര നാളും ഞാൻ ചെയ്തത് എന്റെ കഴിവല്ലേ എന്നിങ്ങനെ ആലോചിച്ച് അവന് പുതിയൊരു ടൂണ് ഉണ്ടാക്കാൻ തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെ അവന്റെ വീടായ ഒരു മരത്തിന്റെ മുകളിലാണ് അവൻ പോയിരിക്കുന്നത്. അവൻ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് ഒറ്റക്ക് ജീവിക്കുകയാണ് സീനു. അവനക്ക് അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. സീനു അവനക്ക് സ്വന്തമായിട്ട് ഒരു ടൂണും കണ്ടെത്തുന്നുണ്ട്. പിറ്റേ ദിവസം ജുനു പാനിപ്പൂരി കഴിക്കാനായിട്ട് സ്ഥിരം വരാറുള്ള കടയിൽ തന്നെ വരുമ്പോൾ കുറെ സീനുവിനെ നോക്കുന്നുണ്ട്. അപ്പൊ ആ പാനിപ്പൂരി കടയിലുള്ള ആളാണെന്ന് വെച്ചാൽ മോൾ ആരെയും നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജുനു ഞാൻ ആരെയും നോക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു
ഒന്നും ഇണ്ടാതെ നിൽക്കാണേ. ആ ടൈമില് സീന അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ജുനു അവൻ അന്വേഷിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒളിച്ചെന്നത്. പെട്ടെന്ന് തന്നെ ജുനുവിന്റെ അടുത്തേക്ക് സീന വന്നിട്ട് നീ എന്നല്ല അന്വേഷിച്ചു ചോദിക്കുമ്പോൾ ജുനു ഒന്ന് ചിരിക്കുന്നുണ്ട്. ഞാനൊരു ട്യൂൺ കമ്പോസ് ചെയ്തിട്ടുണ്ട്, നിനക്ക് കേൾപ്പിച്ചരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജുനു എനിക്കിപ്പോ ടൈമില്ല ഞാൻ പോവാന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ആ ടൈമിൽ ജുനുവിന്റെ കയ്യിൽ വളയിലുണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും കുപ്പി വളയിലിട്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവൾ എന്തോ ഓടിയപ്പോ വീണുന്നോ അതുകൊണ്ട് അവളുടെ വള പൊട്ടിപ്പോയിന്നോ സീനുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ജുനു അവളുടെ വീട്ടിലെത്തിയപ്പോ അമ്മ അവളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അവളെ ഏതോ ഡ്രാമ സ്കൂളിൽ ചേർത്തിയായിരുന്നു, ആ യൂണിഫോം ഇട്ടിട്ടാണ് അവൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് അമ്മ അവളെ കുറെ ചീത്ത പറയുന്നുണ്ട്. പിറ്റേ ദിവസം ജുനു സ്കൂളിൽ പോണ വഴിക്കാണെന്ന് വെച്ചാൽ അവൾ എന്നും സ്ഥിരമായിട്ട് പോവാറുള്ള വഴി കൂടെ അല്ല ഡ്രൈവറിനോട് പറഞ്ഞിട്ട് സീനു എപ്പോഴും ഉണ്ടാവാറുള്ള ആ വഴിയില്ലേ ആ വഴി കൂടെ പോകാനായിട്ട് പറയുന്നുണ്ട്. ഡ്രൈവർ എന്ന് വെച്ചാൽ ഇവളോട് ചൂടാവുന്നുണ്ട്. എന്തിനാണ് നീ ഇതിലേ വരാൻ പറഞ്ഞ് മനിയാ അതിലേ പോയാൽ മതിയായിരുന്നു, ഇവിടെ എന്തൊരു ട്രാഫിക് ആണെന്ന് നോക്കിയെന്നൊക്കെ പറയുമ്പോ ജുനു ദേഷ്യത്തോടുകൂടി പറഞ്ഞേ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ സീന് വരുന്ന കാണുമ്പോൾ ജുനു ഒളിച്ചെന്നിട്ട് ഷോ അവൻ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നാണം കാണിക്കുന്നുണ്ട്. ജുനുവിന്റെ കാറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് സീനു വയലിൻ പ്ലേ ചെയ്യുമ്പോൾ ജുനു ആണെന്ന് വെച്ചാല് ആ ഡ്രൈവറുടെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് കാറിന്റെ പുറത്തേക്കായിട്ട് സീനുവിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ സീനുവിന് അറിയില്ല ഈ കാറിന്റെ ഉള്ളിൽ ജുനു ആണ് ഉള്ളതെന്നുള്ള കാര്യം. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ജുനു ആണെന്ന് വെച്ചാൽ സീനുവിന്റെ വീട് അന്വേഷിച്ചുകൊണ്ട് ആ മരച്ചോട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സീനു അവൻ കമ്പോസ് ചെയ്ത ആ ടൂണില്ലേ അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഫേമസ് ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ടൂണ്. ഇവര് വലുതാകുമ്പോൾ ഇവർ തമ്മിലുള്ള കോണ്ടാക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മെയിൻ റീസൺ തന്നെ ഈ ടൂണാണ്. അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് വെച്ചോ. ജുനു ആണെന്ന് വെച്ചാൽ സീനുവിനോട് എനിക്ക് കൈ നോക്കാൻ അറിയാം, ഞാൻ നിന്നോട് കൈ നോക്കിയൊരു കാര്യം പറയട്ടെ, നീ ഇന്നൊരു കാറിന്റെ ഫ്രണ്ടില് വയലിൻ വായിച്ചപ്പോൾ നിനക്ക് ആ കാറിൽ നിന്ന് 100 രൂപ കിട്ടിയില്ലേ, ഇനി എന്നും 7:30 മണിക്ക് നീ ആ കാറിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് വയലിൻ വായിക്കുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും 100 രൂപ കിട്ടും, ഉറപ്പാ നീ ചെന്ന് നോക്കെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജുനുവിന്റെ വള പൊട്ടിപ്പോയത് കാരണം സീനു ആണെന്ന് വെച്ചാൽ അവൾക്ക് പുതിയ വള ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് സീനു ജുനുവിന്റെ കയ്യിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജുനും സീനു ഭയങ്കര ഫ്രണ്ട്സ് ആവണേ. ജുനു പറഞ്ഞ പോലെ തന്നെ സീനു എപ്പോഴും ആ കാറിന്റെ അടുത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവനക്ക് എന്നും 100 രൂപ കിട്ടാറുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും വേർതിരിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഭയങ്കര ഫ്രണ്ട്സ് ആവാണ്. ജുനുവിനെ സീനുവിനെ വെച്ചാലും ഭയങ്കര ജീവനാവാണ്, സീനുവിന് ജുനുവിനെ വെച്ചാലും ഭയങ്കര ജീവനാവാണ്. പക്ഷെ ഒരു ദിവസം ഇവരുടെ ലൈഫിൽ ഒരു വലിയ കാര്യം സംഭവിക്കുകയാണ്. ജുനുവിന്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടാണ്. അങ്ങനെ അവർ മുംബൈയിലേക്ക് എങ്ങാണ്ട് സ്ഥലം മാറി പോവാ. ജുനുവിന് പക്ഷെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പോവാനായിട്ട്. അവള് ഭയങ്കര വിഷമത്തിലാണ്. കാര്യം സീനുവിനോടൊന്ന് പറയാൻ പോലും അവൾക്ക് ടൈമേ കിട്ടിയില്ല. ആ കാർ എല്ലാതും ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ കാറിൽ ഇവിടെ പോകുന്ന ടൈമിലാണ് സീനു ഈ കാറ് കാണാൻ ഇടയായത്. സീനുവിനെ കാണുമ്പോൾ തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും അവനോട് പോണ കാര്യം പറയണമല്ലോ, അതിന്റെ വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വണ്ടിയിലാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവൾ പക്ഷെ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ട് 100 രൂപ നോട്ട് എടുത്തിട്ട് അതിൽ ജുനുവിന്റെ നമ്പർ എഴുതുന്നുണ്ട്. ഈ ടൈം സീനു ഈ കാറ് കണ്ടിട്ട് ആ കാറിന്റെ അടുത്തേക്ക് പൈസ കിട്ടാൻ വേണ്ടി ഓടി വരാണ്. പക്ഷെ സിഗ്നല് കാട്ടിയപ്പോ ആ കാറ് എടുത്തു പോകുന്നുണ്ട്. പക്ഷെ സീനുവിന് എന്ന് വെച്ചാൽ ഈ കാറിന്റെ അടുത്തേക്ക് ഓടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. അവൻക്കെന്ന് വെച്ചാൽ കാറിന്റെ ഉള്ളിൽ ജുനു ആണെന്ന് അറിയില്ല, ജുനു ഇപ്പൊ സ്ഥലം മാറി പോവാന്നും അറിയുന്നില്ല. കാറിന്റെ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് ജുനു അതിന്റെ ഉള്ളിൽ നിന്ന് ആ 100 രൂപ നോട്ട് പുറത്തേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് കൈ വരുമ്പോ തന്നെ സീനുവിന് മനസ്സിലാവാണ് അത് ജുനു ആണെന്നുള്ള കാര്യം. കാരണം അവൻ വാങ്ങിയ കുപ്പിവെള്ളമാണ് അവൾ ഇട്ടിരുന്നത്. അവൾ ആ കുപ്പിവെള്ള ഒട്ടും അവളുടെ കയ്യിൽ നിന്ന് ഊരിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജുനു തല പുറത്തിട്ടിട്ട് കൈ കൊണ്ട് ഫോൺ ചെയ്യുന്നുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. കാരണം ആ 100 രൂപ നോട്ടിൽ അവളുടെ നമ്പർ അവളെ എഴുതിയിട്ടായിരുന്നല്ലോ. സീനുവിന് ആ കാറിൽ ജുനു ആണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവന് ഓടി ചെന്നിട്ട് ആ നോട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്പറും കാണുന്നുണ്ട്. സീനു അങ്ങനെ ആ കാറിലേക്ക് തന്നെ നോക്കിക്കുമ്പോ ഒരു കുട്ടി വന്നിട്ട് ഒരു കള്ളൻ ചെക്കൻ വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ നോട്ടും തട്ടി പറിച്ചോണ്ട് ഓടുന്നുണ്ട്. വലുതായപ്പോ അവൻ ഓടിയ ഓട്ടം തന്നെ ഇപ്പോൾ ഓടുന്നുണ്ട്. അവന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് ആ 100 രൂപ നോട്ട് കിട്ടാനായിട്ട്. അവനക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ 100 രൂപ നോട്ട് ആയിരുന്നില്ല, അതിലെഴുതിയ ആ നമ്പർ തന്നെയായിരുന്നു. അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് തട്ടിപ്പറിച്ചു പോയ ആ കുട്ടിയുടെ ബനിയന് ബാഗിൽ നിന്ന് സീനു കീറുമ്പോ അവിടെ ഒരു വെട്ട് കാണുന്നുണ്ട്. ആ വെട്ട് തന്നെയാണ് ഇപ്പൊ വലുതായതിനു ശേഷം ഈ കള്ളന്റെ പുറകിൽ അവൻ കണ്ടത്. ഈ കള്ളം തന്നെയായിരുന്നു ആ കള്ളൻ. സീനു ആ നോട്ട് കിട്ടാനായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാതെ ഓടി വരുമ്പോഴാണ് പെട്ടെന്നൊരു വളരി വെച്ചിട്ട് ഒരു കാർ വന്ന് അവനെ ഇടിക്കുന്നത്. അങ്ങനെ അവൻ അത് ഇടിച്ചിടുന്നുണ്ട്. ഈ കള്ളനാണെന്ന് വെച്ചാൽ ആ ആക്സിഡന്റ് കണ്ടിട്ടും അവിടെ നിന്ന് ചിരിച്ചോണ്ട് ഓടി പോവാണ്. കാരണം അവനക്ക് 100 രൂപ നോട്ട് കിട്ടിയല്ലോ. ഈ കാർ ഓടിച്ചേർന്നത് ഒരു സ്ത്രീയായിരുന്നു. അവളെന്ന് വെച്ചാൽ ഇടിച്ചിട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഒരു കുട്ടീനെയാണ് ഇടിച്ചിട്ടെന്ന് അറിഞ്ഞതും അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. സീനുവിനെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ സ്ത്രീ ഇരുന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവളുടെ ഭർത്താവ് വന്ന് അവൾ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ട് സീനുവിനെ കാണാനായിട്ട് വാർഡിലേക്ക് പോകുന്നുണ്ട്. വാർഡില് പോലീസുകാരാണെന്ന് വെച്ചാൽ സീനുവിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, മോനെ ഞങ്ങൾ പറയണ പോലെ തന്നെ നീ പറയണം, ആ മാഡം നിന്നെ കരുതി കൂട്ടി ഇടിച്ചിട്ടതാണെന്ന് പറയണം, ആ മാഡത്തിന്റെ ഭർത്താവിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറെ പൈസ ഒക്കെ വാങ്ങി തരാന്ന് പറയുമ്പോ സീനു അല്ല സാർ അവരെന്നെ ഇടിച്ചിട്ടൊന്നല്ല, അവര് ശ്രദ്ധിച്ചു തന്നെയാണ് വണ്ടി ഓടിച്ചേർന്നത്, ഞാനാ എടുത്ത് ചാടിയതെന്നൊക്കെ പറഞ്ഞ് അവൻ സത്യസന്ധമായിട്ട് മറുപടി പറയുകയാണ്. പോലീസുകാരന് ഇവനോട് പറഞ്ഞു മടുത്തിട്ട് ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്.
ഇതൊക്കെ എന്ന് വെച്ചാൽ ആ വണ്ടി ഇടിച്ച ആ പെണ്ണിന്റെ ഭർത്താവില്ല, അയാൾ കാണുന്നുണ്ടായേ. അയാൾക്ക് സീനുവിനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കുഴപ്പം പറ്റാത്ത സീനുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അയാൾ നടന്നു വരുന്ന കണ്ടിട്ട് അയാളെ ഭാര്യ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സീനുവിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവനോട് കുറെ സോറി പറയുന്നുണ്ട്, അവനെ കുറെ തലോടുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരോടെന്ന് വെച്ചാൽ സീനുവിനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് നല്ല ഡ്രസ്സും അവൻക്കായിട്ട് നല്ല ഭംഗിയുള്ള റൂമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവര് ഭയങ്കര കോടീശ്വരന്മാരായിരുന്നേ. അങ്ങനെ ഈ ഭർത്താവും ഭാര്യയാണെന്ന് വെച്ചാൽ രാത്രി സംസാരിക്കുന്നതിന്റെ ഇടയിൽ സീനുവിനെ അവർക്ക് അഡോപ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു ഓപ്ഷൻ അവരുടെ മനസ്സിൽ വരാണേ. അതുപോലെ തന്നെ അവർക്ക് ഇത്ര നാളായിട്ടും കുട്ടികളില്ല. അതിന്റെ റീസൺ ഇനി സീനുവിനെ നമുക്ക് കിട്ടാനാണെങ്കിലോ എന്ന് അവർ വിചാരിക്കുകയാണ്. അങ്ങനെ സീനുവിനെ നമുക്ക് അഡോപ്റ്റ് തന്നെ ചെയ്യാം, പിന്നെ അവന്റെ താല്പര്യം കൂടി നമുക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചിട്ട് സീനുവിനെന്ന് വെച്ചാൽ ഇപ്പൊ സുന്ദര കുട്ടപ്പനായിട്ട് മാറ്റിയാണ്. കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഇടിച്ച സ്ത്രീയുടെ ഭർത്താവെന്ന് വെച്ചാൽ അവനോട് ശ്രീനു നിന്നെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്താലോ, നിന്നെ ഞങ്ങൾ ഇനി നോക്കിക്കോട്ടെ, ഞങ്ങളുടെ ഒപ്പം നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ മറുപടി എന്തായിരിക്കും പറയണേന്ന് അറിയാണ്ട് ആ ഭാര്യയാണെന്ന് വെച്ചാൽ മാറി നിന്ന് ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ്. സീനു അപ്പൊ തന്നെ എനിക്ക് അങ്കിളിനെ ആന്റിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നും പറയുന്നുണ്ട്. അത് കേട്ടതും ആ സ്ത്രീ വന്നിട്ട് സീനുവിനെ ഒരുപാട് കെട്ടിപ്പിടിച്ചിട്ട് മോനെ എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് പിന്നടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ സീനുവിന്റെ അച്ഛനും അമ്മയും ഇവരായിട്ട് മാറിയേക്കാണ്. സീനുവിന് പുതിയ പേരായിട്ട് അവിനാഷ് എന്നും അവർ വിളിക്കുന്നുണ്ട്. പക്ഷെ ജുനുവിനെന്ന് വെച്ചാൽ ഇത്ര നാളായിട്ടും സീനുവിനെ മറക്കാനേ പറ്റിയിട്ടില്ല. അവൾ ഓരോ ടൈമിലും സീനുവിനെ തന്നെയാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവളുടെ സ്കൂൾ ടൈമിലും അവൻ വയലിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് വയലിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആവുന്നുണ്ട്. സീനു കൊടുത്ത വളാണെന്ന് വെച്ചാൽ അവൾ കയ്യിൽ നിന്ന് ഊരാതെ എപ്പോഴും ആ വള തന്നെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഒരു ദിവസം ജുനു വീഴുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ വള പൊട്ടിപ്പോകുന്നുണ്ട്. അവൾ കരയുന്ന കണ്ടിട്ട് അമ്മ കാര്യം തിരക്കുമ്പോൾ സീനുവിന്റെ കാര്യം മുഴുവനും ജുനു അമ്മനോട് പറയുന്നുണ്ട്. അമ്മ അപ്പൊ അത് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ട് ആ വള തന്നെയാണ് ഇപ്പോഴും ജുനു ഇട്ടുകൊണ്ട് നടക്കുന്നത്. സീനു ഇതുപോലെ തന്നെ രാവിലെ 7:30 മണിയാവുമ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് മിസ്സാവുന്നുണ്ട്. എന്നും ആ ചെറുപ്പ പ്രായത്തിൽ തന്നെ അവന്റെ കാലൊടിഞ്ഞാലും എന്തൊക്കെ പറ്റിയാലും അവൻ ആ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കുകയായിരുന്നു. ജുനു എങ്ങാനും ഇനി വരുമെന്ന് അറിയാനായിട്ട്. ഇത് കണ്ട അവന്റെ അച്ഛനും അമ്മയാണെന്ന് വെച്ചാൽ അവനോട് കാര്യം തിരക്കുമ്പോൾ സീനും അവരോടെല്ലാം തുറന്നു പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഇവനെ നന്നായിട്ട് തന്നെയാണ് നോക്കണമെങ്കിലും ചെറുപ്പം മുതലേ ഒന്നും കണ്ടതല്ലല്ലോ ഇവര്. അതുകൊണ്ട് അച്ഛൻ അമ്മയെന്നല്ല വിളിച്ചിരുന്ന ആന്റി അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നേ. ഭർത്താവിനോട് പരാതി പറഞ്ഞിട്ട് ആ അമ്മ എപ്പോഴും കരയായിരുന്നു. അവൻ ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ അമ്മ അച്ഛനൊന്നും വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ അച്ഛൻ പറയാണ് നീ അതും പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, അത് മാത്രമല്ല അവനക്ക് ഒട്ടും മനസ്സിലാവരുത് നമുക്ക് അതുകൊണ്ട് വിഷമുണ്ടെന്നുള്ള കാര്യമൊന്നും പറയുന്നു. അങ്ങനെ കാലങ്ങൾ കിടന്നു പോയപ്പോൾ സീനുവിന്റെ അമ്മമാരും ആ ഏരിയ ഒക്കെ എന്തോ ഒരു ഡെവലപ്മെന്റ് വരാനായിട്ട് പൊളിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജുനുവിന്റെ കാര്യം സീനു അവരോട് പറഞ്ഞ കാര്യം ജുനുവിനെ കുറിച്ച് അവർ കുറെ അന്വേഷിച്ചായിരുന്നു. പക്ഷെ ഒന്നും അറിയാനേ പറ്റിയിരുന്നു. സീനുവിനിപ്പോ ഒരു വലിയ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലെ ഏതോ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയപ്പോ എല്ലാരോടും ഈ സ്ത്രീ ആണെന്ന് വെച്ചാല് സീനുവിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞെങ്കിലും സീനു എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ആ സ്ത്രീയെ ആന്റി എന്ന് വിളിക്കേണ്ടായി. അത് കേട്ടതും ആ പെണ്ണിനാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട്. പറഞ്ഞു അവനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാനായിട്ട് അവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ആന്റി എന്നുള്ളത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അങ്ങനെ ജുനു വലുതായി, സീനു വലുതായി. 14 വർഷം കടന്നുപോയി. ഇതുവരായിട്ടും സീനുവിന് ജുനുവിനെ കണ്ടെത്താനേ പറ്റിയിട്ടില്ല. പക്ഷെ അവന്റെ ഹാബിറ്റായ 7:30 മണിക്ക് അവൻ എന്നും ആ ബസ് സ്റ്റോപ്പിൽ പോവായിരുന്നു. അതുപോലെ തന്നെ അച്ഛനോടും അമ്മനോടും അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഇത്ര വലുതായിട്ട് പോലും അവരുടെ നടുക്കിലൊക്കെ ഇവൻ കയറി കിടന്നിരുന്നത്. ജുനു പെടുന്ന വെച്ചാൽ സീനുവിന്റെ ട്യൂണായിട്ടുള്ള ആ മ്യൂസിക് വായിക്കാനൊക്കെ പഠിച്ചിരുന്നു. ഒരു ദിവസം നാട്ടു റോട്ടിൽ നിന്നിട്ട് ജുനുവിന്റെ അമ്മ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന ടൈമിലാണ് ഒരു കാറ് വന്ന് അവളെ ഇടിക്കാനായിട്ട് പോകുന്നത്. ആ ടൈമില് അതിൽ നിന്ന് ഇത് കണ്ടോണ്ടിരുന്ന സീനു ഉറക്കനെ അമ്മ മാറുന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മ എന്ന് കേട്ട ആ ഷോക്കിലാണെന്ന് വെച്ചാല് ആ സ്ത്രീ അവിടുന്ന് മാറാതെ നിൽക്കാണേ. അവൻ വന്ന് ഓടി അവളെ മാറ്റുന്നുണ്ടേ. പോരാത്തിന് കുറെ ചീത്ത പറയുന്നുണ്ട് ഈ വണ്ടിയുടെ ഫ്രണ്ട് കയറുന്നതിന്. പക്ഷെ ഇപ്പൊ അവനെ അമ്മ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്കെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും അത് ഭർത്താവിനോട് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര സന്തോഷം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതുപോലെ തന്നെ അച്ഛനായിട്ട് ഒരു ദിവസം കാറി പോകുന്ന ടൈമിൽ അച്ഛൻ ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നേ. അപ്പൊ സീന് പറയാണ് അച്ഛാ നിങ്ങിങ്ങനെ സിഗരറ്റ് വലിച്ചാലൊന്നും ശരിയാവില്ല, എന്നെ അമ്മനെ കുറിച്ച് എന്താ ആലോചിക്കാത്തേന്ന് പറയാണ്. അച്ഛനും ആ ടൈമില് ആദ്യമായിട്ടല്ല അവൻ അച്ഛൻ എന്ന് വിളിക്കണ ആ ഒരു എക്സൈറ്റ്മെന്റിൽ സിഗരറ്റുകൾ എല്ലായിടത്തും പുറത്തേക്ക് കളഞ്ഞിട്ട് ഈ ഒരു സന്തോഷം പറയാനായിട്ട് സീനുവിന്റെ അമ്മയുടെ അടുത്തേക്കും പോകുന്നുണ്ട്. സീനോടി അന്ന് അമ്മനോട് അമ്മ ഇനി പേടിക്കേണ്ട, അച്ഛൻ സിഗരറ്റ് വലിയൊക്കെ നിർത്തി എന്ന് പറയുമ്പോൾ അമ്മ പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ലേ. പിന്നോട്ടായി തിരിഞ്ഞു നിൽക്കുന്ന അച്ഛനെ നോക്കിയിട്ട് അവൻ പാവം, അവൻ വിശ്വസിച്ചു നിങ്ങൾ വലിയ നിർത്തുന്നുള്ള കാര്യം എനിക്ക് നിങ്ങൾ അറിയൂലെന്ന് ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടതും അമ്മക്ക് മനസ്സിലാവാണ് സീനു അച്ഛന്ന് വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ തന്റെ ഭർത്താവ് സ്വന്തം അച്ഛൻ മരിച്ച
വിളിച്ചപ്പോൾ പോലും കരഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യത്തിന് മാത്രമേ കരയുള്ളൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ജുനു ആണെന്ന് വെച്ചാൽ സീനുവിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നല്ലോ. അവള് വിചാരിച്ച സീനു ഇപ്പൊ വിളിക്കുന്ന. അങ്ങനെ കുറെ നാളും അവൾ അമ്മയുടെ ഫോണിലേക്ക് കോൾ വരുമ്പോ അത് അപ്പൊ തന്നെ എടുത്തിട്ട് ഹലോ സീനു എന്ന് ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വലുതായതിനു ശേഷം ഏത് കോൾ വന്നാലും അവൾ അതെടുത്തിട്ട് ഹലോ സീനു എന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോഴും അവൾ സീനുവിന്റെ കാര്യം മറന്നിട്ടേ ഇല്ലായിരുന്നു. ജുനുവിന്റെ അച്ഛനാണെന്ന് വെച്ചാൽ ഇപ്പൊ വീണ്ടും ട്രാൻസ്ഫർ കിട്ടിയേക്കാണ്. അത് ഇവിടക്കൊന്നല്ല, അമേരിക്കയിലേക്കാണ്. ഇനി അമേരിക്കയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചിങ്ങോട്ട് വരില്ല. കേൾക്കുമ്പോൾ ജുനുവിന് ഭയങ്കര സങ്കടമാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ തന്നെ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് 14 വർഷമായി. ഇതുവരെ ചെന്നൈക്ക് തിരിച്ചു പോയിട്ടുമില്ല. സീനുവിനെ കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പ്രാവശ്യമെങ്കിലും ഇനി സീനുവിനെ കാണണമെന്നും അവളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്, അതിന് ചെന്നൈയിലേക്ക് പോകുന്നുണ്ടെന്നും അവൾ അച്ഛനോടും അമ്മനോട് പറയാണ്. അതിന് അച്ഛനും അമ്മയും സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ തിരിച്ച് സീനുവിനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു എയിം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഈ കഥയൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കള്ളനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം സീനു കള്ളനോട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അച്ഛനും അമ്മനെയും കിട്ടിയാൽ നിന്നോട് താങ്ക്സ് പറയണോ അതോ എന്റെ ജുനുവിനെ നീ കാരണം മിസ്സായാലും നിന്നെ കൊല്ലണോന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും എനിക്ക് ആ ഫോൺ കിട്ടണമെന്ന് പറയാണ്. അപ്പൊ ആ കള്ളന് ഇവന്റെ ഈ ഫ്ലാഷ് ബാക്ക് ആയിട്ടിട്ട് അതിൽ വീണിട്ട് ഈ ഫോണുകളൊക്കെ എന്ത് ചെയ്യാണെന്നുള്ള കാര്യം പറയാണ്. ഇത് ശരിക്കും ഒരു ഗ്യാങ് ആയിരുന്നു. ഫോണുകളൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് സെക്കൻഡ് ഹാൻഡിന്റെ വിലക്ക് വിൽക്കലായിരുന്നു ഇവരുടെ പരിപാടി. അങ്ങനെ കുറെ ഫോൺ ഇവർ തട്ടിപ്പറിച്ചിട്ടുണ്ടായിരുന്നു. സീനാണെന്ന് വെച്ചാൽ ആ ഒരു ഗോഡൌണിൽ പോയിട്ട് അവിടെയുള്ള ഗുണ്ടകളൊക്കെ തല്ലി ചതയ്ക്കുന്നുണ്ട്. സീനുവിന്റെ ഫോണാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കണ്ടെയ്നറിൽ കയറ്റിയിട്ട് പാകിസ്ഥാനിക്കോ എവിടെക്കോ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സീനു പക്ഷെ വിട്ടുകൊടുക്കോ അവൻ ആ വണ്ടിയുടെ പിന്നാലെ പോയിട്ട് അതൊക്കെ തല്ലി പൊളിച്ച് എല്ലാ ഫോണും അങ്ങനെ നിരന്ന് കിടക്കാണ്. അതിന്റെ ഇടയിൽ അവന്റെ ഫോൺ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡിസ്പ്ലേ ഇപ്പൊ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അത് ശരിയാക്കാനായിട്ട് പോവാണ് സീനു. ഇതിന്റെ ഒക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണ്ടായിട്ടുള്ള അയാൾ വന്നിട്ട് ഇതൊക്കെ ആരാ ചെയ്തതെന്ന് അവിടുത്തെ കുഞ്ഞു ഗുണ്ടകളോടൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സീനു ആണ് ചെയ്തതെന്നും അവന് വേഗം തന്നെ കണ്ടുപിടിക്കണമെന്നും അവർ പറയാണ്. അങ്ങനെ ഏതോ ഒരു മാളിയില് സീനുവിന്റെ ഫോൺ നന്നാക്കാനായിട്ട് കൊടുത്തപ്പോൾ ആ ടൈമിൽ തന്നെ കറക്റ്റ് അവിടേക്ക് ഗുണ്ടകളും വരുന്നുണ്ട്. സീനു എന്ന് വെച്ചാൽ ഗുണ്ടകളൊന്നും കാണാതെ തന്നെ അവന്റെ ഫോണിൽ നിന്ന് ആ നമ്പർ എടുത്തിട്ട് ആ ടാക്സി ഡ്രൈവറെ വിളിക്കുന്നുണ്ട്. അയാളോട് നിങ്ങൾ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയാൾ ഏതോ ഒരു മ്യൂസിക് കോമ്പറ്റീഷന്റെ അടുത്തായിരുന്നെന്നും അവിടെ ഒരു പെണ്ണിടവായാലും വായിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. അങ്ങനെ മ്യൂസിക് കോമ്പറ്റീഷന്റെ അവിടേക്ക് പോവാനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഗുണ്ട വന്നിട്ട് ഇവന്റെ തലക്കടിച്ച് മയങ്ങി അങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ ആ വീണ് കിടക്കുന്ന ടൈമിലാണ് 7 ദിവസം മുന്നത്തെ കാര്യം കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും പോവാണേ. ജുനു ഞാൻ പറഞ്ഞില്ല, അവള് ചെന്നൈയിൽ അവളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് കൂടാനായിട്ട് എയർപോർട്ടിൽ അങ്ങനെ വന്നിറങ്ങിയേക്കാണ് ബാംഗ്ലൂർ. ഈ എയർപോർട്ടിൽ തന്നെ അവന്റെ അമ്മനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സീനു വന്നിട്ടുണ്ടായിരുന്നേ. ജുനുവിന്റെ കയ്യിൽ നിന്ന് വയലിൽ അങ്ങനെ നിലത്ത് വീഴുന്ന കണ്ടതും സീനു ആ പെൺകുച്ചിനെ നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. സംഭവം അവനക്ക് വേറെ ആളുണ്ടെങ്കിലും ചെറുപ്പത്തിൽ എപ്പോഴും കണ്ട ജുനുവിനോട് അവനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഈ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ അവനക്ക് എന്തോ ഒരു അട്രാക്ഷൻ വരാണ്. അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീനു എന്ന് വെച്ചാൽ ഒരു വെൽക്കം ബോർഡും കൊണ്ടാണ് വന്നേക്കുന്നത്. വെൽക്കം ബോർഡിൽ എഴുതിയിരിക്കുന്ന ഐ ഹേറ്റ് യു ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവന്റെ അമ്മ അവന് ഇഷ്ടം കൂടിയിട്ടുണ്ടെങ്കിൽ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ടാണ് പ്രൊണൗൺസ് ചെയ്യാറ്. അങ്ങനെ അമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനുവിനെ കണ്ടിട്ടും അവൾക്കും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി തോന്നാണ്. കാരണം ഐ ഹേറ്റ് യു ഡാർലിംഗ് എന്നല്ല എഴുതിയേക്കുന്നത്. അവളും നന്നായിട്ട് തന്നെ സീനുവിനെ നോട്ട് ചെയ്യുന്നുണ്ട്. അമ്മ ഈ ടൈമിൽ എയർപോർട്ടിൽ നിന്ന് അവന്റെ അച്ഛനെ കോൾ ചെയ്തുകൊണ്ടാണ് വരുന്നത്. സീനുവിനെ എയർപോർട്ടിലേക്ക് വന്നേന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനോട് അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ സീനുവിനോട് പറഞ്ഞയച്ച് കഴിഞ്ഞ വർഷം തന്നെ അവൻ എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഇവിടെ എത്ര 100 പടക്കോ എങ്ങാണ്ട് പൊട്ടിച്ച് എന്നെ സ്വീകരിച്ച് എല്ലാവരും മുന്നിൽ ഞാൻ നാണം കെട്ടു. ഇനിയിപ്പോൾ അവൻ എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് വരുന്നത്. എയർപോർട്ടിലേക്ക് അമ്മനെ വിളിക്കാൻ വന്നത് ായിരുന്നില്ല സീനു. അമ്മനെ കണ്ടപ്പോ തന്നെ അമ്മ എന്ന് വിളിച്ച് ഭയങ്കര കമ്പനിയായിട്ട് വർത്താനം പറയാൻ പോകുമ്പോ അമ്മക്ക് ഇതിന്റെ സ്വഭാവം അറിയാലോ. അതുകൊണ്ട് മതി സ്നേഹിച്ചത് വേഗം വാ നീ എന്ന് പറഞ്ഞിട്ട് നാണക്കേടോടുകൂടി പോവാണേ. കാരണം എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് അമ്മക്ക് ഉറപ്പായിരുന്നു. അമ്മയും സീനും കൂടി കാറിൽ പോകുന്നതിന്റെ ഇടയിൽ അമ്മ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിനെ കണ്ടെന്നും ആ പെൺകുട്ടിനെ ഭയങ്കരമായിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടെന്നും സീനുവിനോട് പറയുന്നുണ്ട്. പക്ഷെ സീനു അത് പറഞ്ഞപ്പോ തന്നെ അമ്മക്കെല്ലാം അറിയുന്നല്ല, പിന്നെ എന്തിനാന്ന് നിർബന്ധിക്കുന്നത്? എനിക്ക് ഈ ജുനുവിനെ ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള കാര്യം പറയുകയാണേ. അമ്മ അപ്പോഴെന്ന് വെച്ചാൽ അത് എത്ര കാലം മുമ്പുള്ളതാ, നീ ഇപ്പോഴും അതന്നെ ആലോചിച്ച് നടക്കാണോ? അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ മാത്രം സീനുവിനെ നിർബന്ധിക്കരുതെന്ന് അമ്മ പറയാണ്. ജുനു പോയിക്കൊണ്ടിരിക്കുന്ന കാറാണെന്ന് വെച്ചാൽ ഇപ്പൊ പഞ്ചറായി. അങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വയസ്സായ ഡ്രൈവറായിരുന്നു അത്. ആ ഡ്രൈവർ ഒറ്റയ്ക്ക് നിന്ന് കാറിന്റെ ടയർ മാറ്റുന്ന കണ്ടപ്പോൾ വഴിയിലൂടെ അവരെ പാസ് ചെയ്തോണ്ട് പോകുന്ന സീനാണെന്ന് വെച്ചാൽ അമ്മനോട് 1 മിനിറ്റ് പറഞ്ഞിട്ട് ഈ ഡ്രൈവറോട് അങ്ങനെ എന്തായാലും അകത്ത് പോയിരുന്നു, മഴയൊക്കെ അല്ല ഞാൻ ശരിയാക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അകത്തേക്ക് വന്ന ഡ്രൈവറോടാണെന്ന് വെച്ചാൽ ജുനു ഇത്ര വേഗം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒരു നല്ലൊരു പയ്യൻ വന്നിട്ട് കാറിന്റെ ടയർ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനവിടെ ചെയ്തോണ്ടിരിക്കാന്ന് പറയുന്നുണ്ട്. ആരാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ജുനു എത്തിച്ചെത്തിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ
കാണാൻ പറ്റുന്നില്ലേ. അങ്ങനെ ശരിയാക്കി കഴിഞ്ഞ് സീനു കാറിന്റെ ബാക്കിൽ നിന്ന് യാത്ര ഒക്കെ പറഞ്ഞ് പോകുമ്പോഴാണ് ജുനു കാണുന്നത് ആ എയർപോർട്ടിൽ വെച്ച് കണ്ട ആള് തന്നെയാണ് ഇപ്പൊ കാറ് ശരിയാക്കിയേക്കുന്നുള്ള കാര്യം. സീനുവിനെ കണ്ടപ്പോ തൊട്ട് ജുനുവിന് സീനുവിനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സീനു ആ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്ന ടൈമില് കുറച്ച് കുട്ടികളിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാണ്. ഒരു ആന്റി അവിടെ 100 രൂപ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, നീയും ചെന്നോന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വേറൊരു കുട്ടീനോട് പറയുന്ന കേട്ടിട്ട് അതാരാ ഇപ്പൊ 100 രൂപ എല്ലാവർക്കും കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സീനു ആ കാറിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അപ്പൊ ജുനു ആണെന്ന് വെച്ചാൽ അവിടെ വരുന്ന തെരുവിലുള്ള എല്ലാ കുട്ടികൾക്കും 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈം ആയപ്പോൾ അവളെ ചില്ലറില്ലാണ്ടാവാണ്. ആ ടൈമിൽ ഇത് കണ്ടോണ്ടിരുന്ന സീനു ആണെന്ന് വെച്ചാൽ ജുനുവിന്റെ അടുത്തേക്ക് പോയിട്ട് 100 രൂപ അവൻ്റെ 100 രൂപ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൈസയും കൊടുത്ത് ജുനുവിനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന സീനുവിന്റെ പിന്നാലെ ഓടി ചെന്നിട്ട് ജുനു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഒരു കാര്യത്തിന് മാത്രമല്ല, അന്ന് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു കാറിന്റെ ടയർ മാറ്റിയില്ലേ, അത് എന്റെ കാറാ, ഞങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ തമാശക്ക് സീനു ഓഹോ നിങ്ങൾ ഉള്ളിൽ കയറിയിരുന്നിട്ടാണ് എന്നെ ഒറ്റയ്ക്ക് അവിടെ പണിയെടുപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ജുനു ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവള് വല്ലാണ്ടാവുമ്പോൾ ചിരിച്ചുകൊണ്ട് സീനു ഞാൻ ചുമ്മാ കളി പറഞ്ഞതാ, എന്റെ പേര് അവിനാഷ് എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. ജുനുവിന്റെ ശരിക്കും പേര് പ്രിയ എന്നായിരുന്നു. പ്രിയ എന്ന് പറഞ്ഞിട്ടാണ് ജുനു പരിചയപ്പെടുത്തുന്നത്. ഇവർ സംസാരിക്കുന്നതിന്റെ ഇടയിലാണെന്ന് വെച്ചാൽ സീനുവിന് അവന്റെ അമ്മനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം സീനു ജുനുവിനോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ജുനു ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു ആന്റിനെ കണ്ടു, ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ മദർ. അവരാണെന്ന് വെച്ചാൽ അവരുടെ മോനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യന് ദേഷ്യം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. ഞാൻ 6 പ്രാവശ്യം എണീറ്റ് വാഷ്റൂമിൽ പോയി, അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ എനിക്ക് ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. അതും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരുന്നു, വെറുപ്പിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോ കുറ്റം പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സീനു ആണെന്ന് വെച്ചാൽ ആ ശരിയാ, ഇന്ത്യൻ മദേഴ്സൊക്കെ അങ്ങനെ ആൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവർ കൈയൊക്കെ കൊടുത്ത് പിരിയുന്നുണ്ട്. ഇതേ സമയം സീനുവിന്റെ അമ്മ അവന്റെ അച്ഛന് അതിന്റെ ഇടയിൽ സീനുവിന്റെ കല്യാണക്കാര്യം പറയുന്നുണ്ട്. അമ്മ പറയാണ് ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് ഒരു പെൺകുട്ടിനെ കണ്ടു, എന്ത് ഭംഗിയാ പെൺകുട്ടിനെ കാണാനായിട്ട്, അവളോട് ഞാൻ കരുതിക്കൂട്ടി തന്നെ സീനുവിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. അവളെ നമുക്ക് സീനുവിന് വേണ്ടി ആലോചിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അതൊന്നല്ല ശ്രദ്ധിക്കുന്നത്, അമ്മയുടെ കയ്യിലുള്ള ഒരു ഡയമണ്ട് റിംഗ് കാണാനില്ല, അതെന്തേന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പോൾ ഫ്ലൈറ്റിൽ നടന്ന സംഭവങ്ങൾ പറയാനേ. അമ്മ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ അവളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തടിയുള്ള ആൾ വന്നിരിക്കുന്നുണ്ട്. അയാൾ ഇരുന്നതുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് നെക്കി നിറങ്ങിയാണ് ഇരുന്നിരുന്നത്. ആ ടൈമിൽ അവിടേക്ക് ജുനു വന്നിട്ട് ആ തടിയനിരുന്ന സീറ്റ് ശരിക്കും ജുനു ഉണ്ടായിരുന്നു. അയാളോട് എണീറ്റ് മാറാൻ പറയുമ്പോൾ അയാൾ പ്ലീസ് ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജുനു സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഈ തടി കാരണം സീനുവിന്റെ അമ്മക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. അവൾ പതുക്കെ ആക്ഷൻ കാണിച്ചിട്ട് അയ്യോ നീ മോളൊന്നും ഇവിടെ ഇരിക്കുന്നുള്ള കാര്യം പറയുമ്പോൾ ജുനു എന്ത് പറയുന്ന അറിയാതെ അന്താളിച്ചിക്കാണ്. അപ്പൊ അമ്മ ഒരു ഐഡിയ ഇട്ടിട്ട് ആ നീ വന്നോ, ഞാൻ നിനക്ക് വേണ്ടി സീറ്റ് പിടിച്ചിട്ടായിരുന്നു, അപ്പോഴത്തേന് ഇയാൾ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ നാടകം കളിക്കാണ്. ആ തടിയനെ എണീപ്പിച്ച് വിട്ടിട്ട് ജുനു അവിടെ കയറിയിരിക്കുന്നുണ്ട്. ജുനുവിനെ കണ്ടപ്പോ തന്നെ സീനുവിന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മ ആദ്യം തന്നെ ആ മോതിരം കാട്ടിയിട്ട് പറയുന്നത് ഇത് കണ്ടോ ഡയമണ്ട് റിംഗാ, ഭയങ്കര വില ഉള്ളതാ, എന്റെ മോനെ അവിനാഷ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നതാ, അവൻ എന്നെ ഭയങ്കര ഇഷ്ടം, നല്ല മോന, അവനെ പോലെ ഒരു നല്ല മോനെ ഈ ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് സീനുവിന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ അമ്മ. ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ജുനു ആണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ അത് നിർത്താതെ അവന്റെ അമ്മ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മോതിരം ഊരിയിട്ട് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജുനുവിന്റെ ബാഗിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മാപ്പ് വരയ്ക്കും പോലെ സീനുവിന്റെ വീട്ടിലേക്കുള്ള വഴി അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്തിനാ ചെയ്തെന്നുള്ള കാര്യം അച്ഛനോട് പറയുന്നുണ്ട്. കാണാൻ മാത്രം ഭംഗിയുണ്ടായ പോരല്ലോ, സ്വഭാവം എങ്ങനെയുണ്ട്, ആ റിങ് കണ്ടിട്ട് എനിക്ക് എന്നെ അവള് കൊണ്ടുതരുമെന്ന് നോക്കാതെ വെച്ചിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തത്. അത് കേട്ട അച്ഛനാണെന്ന് വെച്ചാൽ ബോധം പോയി ഇരിക്കുകയാണ്. എന്റെ പൊന്നു മോളെ, നിനക്ക് ഒരു പെൺകുട്ടിനെ കണ്ടിട്ട് പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എത്ര വഴികളുണ്ട്, ആ റിങ്ങിന്റെ വില എത്രയാണെന്ന് അറിയാം, നിനക്ക് 50 ലക്ഷം കൊണ്ട് കളഞ്ഞെന്ന് പറയാണ്. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു കോണിബലിന്റെ സൗണ്ട് കേട്ടിട്ട് സീനുവാണ് പോയി കഥ തുറക്കുന്നത്. പുറത്ത് നിൽക്കുന്ന ജുനുവിനെ കണ്ടിട്ട് അവൻ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവൻ വിചാരിച്ചതായ ജുനു ആ 100 രൂപ തിരിച്ചു തരാൻ വന്നതാണെന്ന്. അതെന്തിനാ വന്നേന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്ക് സീനുവിന്റെ അമ്മ വരുന്നുണ്ട്. സീനുവിന്റെ അമ്മ വന്നിട്ട് ജുനുവിനെ പ്രിയ നീ വന്നോ, വാ കേറ്, എങ്ങനെ വഴിയൊക്കെ കിട്ടിയെന്നൊക്കെ ചോദിച്ചു അറിയാത്ത പോലെ സീനുവിന്റെ അമ്മ അഭിനയിക്കുകയാണ്. അപ്പോഴാണ് സീനുവിന് മനസ്സിലാവുന്നത് ജുനു പറഞ്ഞ ആ ടിപ്പിക്കൽ മദർ ശരിക്കും സീനുവിന്റെ അമ്മ തന്നെയായിരുന്നു. സീനു എന്ന് വെച്ചാൽ ജുനുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇപ്പൊ പറയട്ടെ എന്താ കാര്യം എന്നുള്ളത്, നീ പറഞ്ഞ ടിപ്പിക്കൽ മദറിന്റെ കാര്യമൊക്കെ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജുനു പ്ലീസ് പറയല്ലേ എന്ന് പറയാണ്. അങ്ങനെ ജുനു ആ റിങ്ങും തിരിച്ചു കൊടുത്ത് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ സീനുവിന്റെ അമ്മ പ്ലാൻ ചെയ്തിട്ട് സീനുവിനെയും ജുനുവിനെയും കൂടി ഒന്നിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞേക്കുന്നത്. ജുനുവിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സീനു
ജുനുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സീനും ജുനും ആണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അങ്ങനെ കാണാൻ തുടങ്ങി. അവർ ഭയങ്കര ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തമ്മിൽ എന്തോ റൊമാൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ റൊമാൻറ്റിക് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും രണ്ടുപേരും അതിൽ നിന്ന് തിരിഞ്ഞു പോവാണ്. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ആ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ കിടക്കല്ലേ. ഇവർക്ക് തമ്മിൽ അറിയത്തുമില്ല ഇത് ജുനു ആണ് സീനു ആണെന്നുള്ള കാര്യം. ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സീനുവിന്റെ അഭിപ്രായം നോക്കിയിട്ട് മാത്രം ജുനു സെലക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സീനു ഇന്നും രാവിലെ 7:30 ജോഗിങ്ങിന് പോവായിരുന്നല്ലോ. ജുനുവിന് ഓർത്ത വാക്ക് പാലിക്കാനായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കുമായിരുന്നു. 3 ദിവസമായിട്ട് അവൻ ആ ബസ് സ്റ്റോപ്പിൽ പോയിട്ടില്ല എന്ന കാര്യം അച്ഛനും അമ്മയും ഡിസ്കസ് ചെയ്യുന്ന കാര്യം കേട്ടിട്ട് സീനുവിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം പ്രിയ വന്നപ്പോൾ ജുനുവിനെ മറന്നോ എന്നുള്ളൊരു കാര്യം അവനക്ക് മനസ്സിലേക്ക് വരാണ്. അവന്റെ അച്ഛനും അമ്മയും പറയുന്നതും അത് തന്നെയാണ്. ജുനു വന്നേ പിന്നെ അവൻ അങ്ങനെ ഒന്നുമില്ല, അവനക്ക് ജുനുവിനെ ഇഷ്ടമായി എന്നാ തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം കല്യാണ പാർട്ടിയിലാണെന്ന് വെച്ചാൽ ജുനു ആ ഒരു പാനിപ്പൂരി കടക്കാരനില്ല, അയാളെ കാണാനായിട്ട് ഇടവരാണ്. അയാളോട് സീനുവിനെ കുറിച്ച് അവൾ തിരക്കുന്നുണ്ട്. പക്ഷേ ഇത്ര ദിവസം അവൾ സീനുവിനെ കുറിച്ചിട്ട് ഓർത്തിട്ടില്ല എന്നും സീനുവിനെ അവൾ മറന്നോ എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരാണേ. അങ്ങനെ ജുനുവിനെ സീനുവും സീനുവിനെ ജുനുവും അവോയ്ഡ് ചെയ്യാണ്. അവർ പരസ്പരം വിളിക്കാതായി, കാണാതായി. സീനുവിന്റെ ജോഗിങ്ങും തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ട അമ്മക്കാണെന്ന് വെച്ചാൽ സങ്കടം വന്നിട്ട് അവൾ ജുനുവിനെ വിളിച്ചിട്ട് മോൾ കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ട് വേഗം വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സീനുവിന്റെ അമ്മ വിളിച്ച കാരണം ജുനു അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് അമ്മ പറയാണ്, എന്റെ സീനുവിന് നിന്നെ ആലോചിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്, നിനക്ക് സീനുവിന് ഇഷ്ടമല്ലേ, നിന്റെ അച്ഛനോടും അമ്മനോടും ഞങ്ങൾ സംസാരിക്കാന്ന് പറയുമ്പോൾ സങ്കടം വന്നിട്ട് ജുനു അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സീനുവും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അമ്മനോട് അമ്മ എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് ജുനുവിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പോകുന്നതിൻ്റെ ഇടയിൽ ജുനു സീനുവിനോട് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, എൻ്റെ മനസ്സിൽ വേറൊരാളുണ്ട്, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ജുനുവും അപ്പം തന്നെ എനിക്ക് അതെ വേറൊരാൾ ഇഷ്ടമാണ്, നീ എന്നോട് തെറ്റിദ്ധരിക്കരുത്, പിന്നെ ആൻറ്റിനോടും എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയാണ്. ജുനുവിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനല്ല അവൾ വന്നിരുന്നത്. ആ ടൈമിൽ ആ കല്യാണത്തിലേക്ക് സീനുവിൻ്റെ അച്ഛനെയും അമ്മനെയും സീനുവിനെയും വിളിച്ചായിരുന്നു. അങ്ങനെ സീനു വരുമ്പോൾ അവരങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര കമ്പനി ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും കണ്ണും നോക്കി റൊമാൻറ്റിക് ആയി നിൽക്കുമ്പോൾ ജുനുവിന് വീണ്ടും വഴിതിരി പോകുന്നുണ്ടോ എന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്താ കാര്യം എന്ന് മനസ്സിലാവാതെ സീനു ആണെന്ന് വെച്ചാൽ അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അവൾ ഇപ്പോഴും സീനു വാങ്ങിക്കൊടുത്ത ആ വളയില്ലേ അത് ഇട്ടിരുന്നേ, പക്ഷെ അതൊക്കെ ഉരുക്കിയിട്ട് ഒരു വലിയ വളാക്കിയിട്ടാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സീനുവിന് അവൻ വാങ്ങിക്കൊടുത്ത വള ഇണതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പിന്നിലൂടെ ഓടിയ സീനു ആണെന്ന് വെച്ചാൽ ആ വളയിൽ പിടിച്ചപ്പോൾ അത് അങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അതിന് സീനു സോറി പറഞ്ഞിട്ട് അത് ചവിട്ടി നിൽക്കുന്ന സീനുവിനെ ജുനു മുഖത്ത് കഴിച്ചിട്ട് ആ വളയെ എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. എന്താ കാര്യം എന്ന് പോലും മനസ്സിലാവാതെ സീനു ഇപ്പൊ നിൽക്കാണ്. ഈ 7 ദിവസം കൊണ്ടുള്ള ഫ്ലാഷ് ബാക്ക് ഇവിടെ അവസാനിക്കുന്ന ശേഷമാണ് സീനുവിന് ആ കോള് വന്നതും ആ ഒരു മ്യൂസിക് അവൻ കേട്ടതും കാർ ഡ്രൈവറെ വിളിച്ചതും ഫോൺ തപ്പി നടന്നതും ഗുണ്ടകൾ വന്ന് അവനെ അടിച്ചതൊക്കെ. അടിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാർ ഡ്രൈവറോട് വിളിച്ചിട്ട് ഏതാ സ്ഥലം എന്ന് സീനു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ആണെന്ന് ആ ഡ്രൈവർ പറഞ്ഞിരുന്നു. ഇപ്പൊ ബോധം വന്നപ്പോ ആ ഗുണ്ടകളുടെ ഗോഡൌണിൽ കെട്ടിയിട്ടേക്കാണ് സീനുവിനെ. ആ ഗുണ്ടകളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. ഇവന്റെ അച്ഛൻ ഭയങ്കര കോടീശ്വരനാണ്, അവന്റെ കയ്യിൽ നിന്ന് 3 കോടി രൂപ വാങ്ങാന്നുള്ള കാര്യം. പക്ഷെ സീനു ആരാ മോന്, അവനെ എല്ലാരും അവിടെ നിന്ന് ഇടിച്ചിട്ടുണ്ട് ആ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ജുനുവിനെ അവൻ കാണുന്നുണ്ട്. അവന്റെ ഓർമ്മയിൽ അത് പ്രിയ അല്ല, ജുനു അല്ലല്ലോ. അവളെ കണ്ടതും അവളുടെ വള പൊടിച്ചതിനുള്ള ദേഷ്യം അവൾക്ക് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് സീനു ചെന്നിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ജുനു അത് അപ്പളേ മറന്നിരുന്നു. അവനാണെന്ന് വെച്ചാല് വേഗം ധൃതിയില് ജുനുവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വള വാങ്ങിയിട്ട് അവളുടെ കയ്യിലിട്ടിട്ട് പറയാണ്, ഞാൻ എന്തോ വലിയ തെറ്റാണ് നിന്നോട് ചെയ്തേക്കണെന്ന് എനിക്ക് അറിയാം, നിന്റെ റിയാക്ഷൻ കണ്ടാലേ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തേക്കണത്, നിനക്ക് ആ വള അത്രയും വേണ്ടപ്പെട്ടതാണെന്ന്. പക്ഷെ ഈ വള അതിനൊന്നും മാച്ച് ആവില്ലെങ്കിലും നീ ഇത് സ്വീകരിക്കണം, പിന്നെ ഇനി എന്നെ വിളിക്കാനോ ഇതാക്കാനൊന്നും നിൽക്കരുത്, എനിക്ക് എൻ്റെ ആളെ തിരിച്ചു കിട്ടാൻ പോവാന്നും പറഞ്ഞിട്ട് അവൻ സന്തോഷത്തോടുകൂടി ആ വയലിൻ പ്ലേ ചെയ്യുന്ന ആ ഒരു സ്ഥലമില്ലേ അവിടേക്ക് പോവാണ്. അവിടുത്തെ ആളോട് രാവിലെ ഒരു കുട്ടി വന്നായിരുന്നോ, ഒരു പെൺകുട്ടി വന്നായിരുന്നോ, അവൾ വയലിൻ വായിച്ചായിരുന്നു, എവിടെ നമ്മൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അയാൾ മോർണിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല, ഈവനിങ് സെക്ഷൻ ആയപ്പോഴാണ് അവിടേക്ക് വന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ തന്നെ സീനു ആ വയലിൻ എടുത്തിട്ട് ആ ട്യൂൺ വായിക്കുന്നുണ്ട്. ഇതാണെന്ന് വെച്ചാൽ ജുനു അവിടെ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയാണ് ഈ സൗണ്ട് എന്ന് അറിയാനായിട്ട് അവൾ ചുറ്റും പരതി നോക്കുന്നുണ്ട്. പക്ഷെ സീനുവിന്റെ അടുത്തേക്ക് അടുക്കാനായിട്ട് പറ്റുന്നില്ല. സീനു അപ്പൊ വയലിൻ വായിക്കുന്നത് നിർത്തിയിട്ട് ആ കടക്കാരനോട് ഈ ട്യൂണാ വായിച്ചത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, പ്ലീസ് ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ അയാൾക്ക് അത് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ സീനു വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് അന്ന് ചെറുപ്പത്തില് ജുനു ഒരു നമ്പർ ഒരു 100 രൂപ നോട്ടിൽ എഴുതിയിരുന്നില്ലേ, ആ ഒരു നോട്ട് കറങ്ങി തിരിഞ്ഞ് അത് പറന്ന് വന്ന് സീനുവിന്റെ ഫ്രണ്ടിലായിട്ട് കിടക്കുന്നത്. അത് കണ്ടതും സീനുവിന് ഭയങ്കര സന്തോഷമാവാണ്. ആ നോട്ടാണ് അതെന്ന് അവനക്ക് മനസ്സിലാവാണ്. അപ്പൊ തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ജുനുവിന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവളെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ട്യൂൺ വായിച്ചത് കേട്ടിട്ട് ആകെ എക്സൈറ്റ്മെന്റിലല്ലേ, എവിടെന്ന് ആ ട്യൂൺ വന്നേന്ന് അറിയാനായിട്ട് അവളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് കിടക്കാണ്. അതിന്റെ ഇടയിൽ ഈ കോൾ ഒന്നും നോക്കാതെ അവൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോ കോൾ വന്നാലും
അവസാനം ആ ഫോൺ എടുത്തിട്ട് ഹലോ സീനു എന്ന് വിളിക്കാറുള്ള ആളെ ഇപ്പൊ സീനു വിളിച്ചിട്ട് ഒന്നും പറയാൻ പറ്റാതെ അത് കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ അവസാനം കുറെ നേരം ശല്യം ചെയ്തപ്പോൾ ജുനു ആ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഹലോ ജുനു, ഞാൻ ആ സീനു ആന്ന് പറയുമ്പോൾ അവൾ ആകെ ഞെട്ടിത്തെറിച്ച് അവിടെ നിന്ന് കരയാണേ. നിനക്ക് എന്നെ ഓർമ്മയില്ല, ആ നോട്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഇപ്പോൾ അത് തിരിച്ചെൻ്റെ കൈ കിട്ടിയ, നീ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവളിപ്പോൾ ചെന്നൈയിലാണെന്നും മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നേക്കാന്നും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സീനു അവനും അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെയാണെന്ന് പറയാൻ അവർക്ക് തമ്മിൽ പറ്റിയില്ല. സിഗ്നൽ കട്ടാവാണ്. എത്ര വിളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നേ ഇല്ല. അപ്പോഴാണ് സീനുവിന് ഒരു ഐഡിയ തോന്നിയിട്ട് അവൻ വീണ്ടും ആ വയലിൻ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഇവിടെ തന്നെ ഉണ്ട് സീനു എന്ന് മനസ്സിലാക്കിയ ജുനു ഓടി വരുന്നുണ്ട്. അങ്ങനെ ഈ ട്യൂൺ വായിച്ചത് അത്ര നല്ല ട്യൂണായിരുന്നല്ലോ. അത് കേട്ടോണ്ട് അവൻ്റെ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരുടെ ഇടയിൽ മാറ്റി ജുനു സീനുവിനെ കാണാണ്. ഈ അവിനാശ് എന്നാണ് സീനു എന്ന് അറിഞ്ഞതും ജുനുവിന് ഭയങ്കര സന്തോഷമാവാണ്. അവൾ അവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ജുനുവും സീനുവും തമ്മിൽ കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ കണ്ടിട്ട് സീനുവിനെ മനസ്സിലാവാണ് ഇവളാണ് ജുനു എന്നുള്ള കാര്യം. സീനുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇപ്പൊ ജുനു. അതുപോലെ തന്നെ സീനു പറയുന്നുണ്ട്, നീ ഇത്ര കാലം എവിടെ ആയിരുന്നു, നിന്നെ ഞാൻ എന്തോ ഒരു അന്വേഷിച്ചെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേര് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഈ മൂവി അവസാനിക്കുകയാണ്. അടുത്ത ഏതെങ്കിലും ഒരു മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഡ്രാമ ആയിട്ടോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല നല്ല വീഡിയോസൊക്കെ കണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. താങ്ക്